ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും എന്താ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകണമെന്ന്. അപ്പോൾ തന്നെ ആർട്ട് ഐറ്റംസ്. ഇതാണ് എൻ്റെ കയ്യിലുള്ള വാട്ടർ കളറ്, മലയാളത്തിൽ ജലച്ചായം എന്നൊക്കെയാണ് പേര്. പിന്നെ ഇത് വെച്ചാൽ വൈറ്റാണ്. വൈറ്റ് ഫുള്ള് തീർന്ന് നിൽക്കുകയാണ്, കാരണം എനിക്ക് വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആവശ്യമുള്ള കളറാണ്. പിന്നെ ഇതാണ് ഞാൻ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിന് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല അടിപൊളി കളറാണ്. ഇതിൻ്റെ ഇടക്കുണ്ടാവും ഇതുപോലെ മറ്റേൻ്റെ കളറ്, അങ്ങനെ തന്നെ എല്ലാതും അങ്ങോട്ടും തന്നെ ഇൻ്റെത്. ഇത് നല്ലൊരു കളറാണ്. പിന്നെയെന്ന് വെച്ചാൽ ഇതുപോലൊരു കളർ ഷീറ്റ്, പർപ്പിൾ കളറിൽ വരുന്ന കളർ ഷീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് കളർ പേപ്പറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്തിട്ടില്ല. എൻ്റെ ശ്രദ്ധപൂർവ്വം ഞാൻ തന്നെ കൊണ്ടുപോയിരുന്നു. വാണ്ടഡായിട്ടായിരുന്നു, അത് ഞാൻ അങ്ങോട്ട് കൊടുന്നില്ല. പിന്നെ ഇതാണ് എൻ്റെ അടുത്തുള്ള പെൻസിൽ കളറ്. ഞാൻ കൂടുതൽ യൂസ് ചെയ്യലില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് കളറ് ഇതാ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് 3-4 കൊല്ലമൊക്കെ ആയി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. 5 കൊല്ലം 3-4 അപ്പോൾ അതെന്തായാലാവട്ടെ. പിന്നെ ഇതാണ് ആ കളേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല അടിപൊളി കളറാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറാണ്. ഇത് പറഞ്ഞാൽ തൂളി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കളറാണ്. നല്ല ഒരു ശരിക്കും പറഞ്ഞാൽ വാട്ടർ കളർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളറാണിത്. നല്ല ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ അത്. പിന്നെ ഇതാണ് എൻ്റെ അടുത്തുള്ള റൂളറ്. ഞാൻ എന്നെ വരച്ച് ഇതാക്കി കൊളാക്കി തന്നെയാണ്. ഇതുപോലെ ഇതിൻ്റെ ബ്രഷിൻ്റെ അവസ്ഥ എങ്ങനെ ആവാനുള്ള കാരണം ഇങ്ങനെ വാട്ടർ കളറും ഡ്രോയിങ് ചെയ്യുന്നതോട് ചോദിച്ചാൽ മതി, അവർക്ക് എല്ലാവർക്കും ഇതുണ്ടാവും. അങ്ങനെയാണ് എൻ്റെ വാട്ടർ കളർ. എത്ര സൂക്ഷിച്ചാലും അവസാനം ഇതുപോലത്തെ ഒരു പരിവാവും. അതിൻ്റെ കൊണ്ടും ഇതിനോടൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെ ആയതാ. ഇത് രണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ഉള്ളത്, ബാക്കിയൊക്കെ ഇതാ ഇതുപോലെ തന്നെ. ഇനി അതും അങ്ങനെ തന്നെ ആവും. പിന്നെ ഇതാണ് കാലിഗ്രാഫിക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ വൈകുന്നത് എല്ലാവർക്കും അറിയാലോ. ഇതെന്ന് വെച്ചാൽ എൻ്റെ അനിയൻ്റെ കളറാണ്, ഞാനും കൂടി യൂസ് ചെയ്യണമെന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യലുള്ളൂ. പിന്നെ ഇറേസറും ഷാർപ്നറും പിന്നെ വാഷി ടാപ്സാണ്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ വാഷി ടാപ്സാണ്. ഇതുപോലെ നിങ്ങൾക്കറിയാലോ ഇതെങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിൽ ഉണ്ടാക്കിയെന്ന്. പിന്നെ ഇത് കുറച്ച് സ്റ്റിക്കേഴ്സായിരുന്നു ഞാൻ കാണിച്ചിരുന്നു. പിന്നെ ഇത് വെച്ചാൽ ജേർണൽ ചെയ്യാനുള്ള കുറച്ച് ഐറ്റംസാണ് ഇതുപോലെ. പിന്നെ ഇത് വെച്ചാൽ ബട്ടർ പേപ്പറാണ്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് കുൽഫിയൊന്നും. ഇത് ടിഷ്യൂ ആണ്. പിന്നെ ഇത് വെച്ചാൽ A4 ഷീറ്റാണ്, ഒന്നുള്ളൂ. ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഇടുന്നുണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ. പിന്നെ ഇതാണ് കാലിഗ്രാഫിൻ്റെ കളറ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ അല്ല ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ബോട്ടിൽസാണ്. ഇതിൻ്റെ ഗ്രീൻ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. യൂസ്ഫുള്ളായ ഐറ്റംസ് മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സാവലുള്ളൂ. ഇതിങ്ങനെയല്ല, ഒരു നൂലുമാണ്. ആ നൂലിൻ്റെ പേർക്ക് എന്താ അറിയില്ല, ഞാൻ പഠിച്ചിക്കണമെന്ന് എനിക്കറിയില്ല കാലിഗ്രാഫി പഠിച്ചപ്പോൾ. പിന്നെ ഇത് പെയിൻറ്റ് പാലറ്റ്. പിന്നെ ഇത് ഇൻസുലേഷൻ ടാപ്പ്, എല്ലാവർക്കും അറിയാലോ. പിന്നെ ഇതാണ് എൻ്റെ അടുത്തുള്ള പെയിൻറ്റ്. ഇതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ഫാഷൻ ഡിസൈനിങ്ങിന് വാങ്ങിയതാണ്. പക്ഷേ ഇത് മാത്രം, ഈ ഒരു വൈറ്റ്, ഇതിലത്തെ വൈറ്റ് മാത്രമേ എൻ്റെ കയ്യിൽ പൊള്ളൂ. അതാണ് എൻ്റെ കഥ. എല്ലാ വൈറ്റുകളും തീർന്നിട്ടുണ്ട്. പിന്നെ ഇത് മാർക്കേഴ്സും. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബ്രഷ്. കാരണം ഇതിന് പ്രത്യേകത ഇതുപോലെയാണ്, കാരണം നല്ല സോഫ്റ്റും നല്ലതാണ്. പിന്നെ എൻ്റെ സിസേഴ്സ്, പിന്നെ ഇത് ഗ്ലൂ. ഇത്രയുള്ളൂ. ബൈ ബൈ.